Hello everyone, welcome to Smart Tutor. എന്താണ് സീറോ നോളജ് ഒതന്റിക്കേഷൻ നമുക്ക് നോക്കാം. ഒരു ട്രഡീഷണൽ പാസ്വേഡ് ഒതന്റിക്കേഷന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂസർ അതായത് ക്ലെയിമന്റ് എന്ന് പറയുന്നയാള് സെൻസ് ദ പാസ്വേഡ് ടു ദ വേരിഫയർക്ക് അവരുടെ പാസ്വേഡ് അയച്ചു കൊടുക്കും ടു പ്രൂവ് ദർ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള ട്രഡീഷണൽ പാസ്വേഡ് ബേസ്ഡ് ഒതന്റിക്കേഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദ റിസ്ക് ഇൻവോൾവ് ആർ ഈസ്ട്രോപ്പിംഗ് ആൻഡ് ഡിസ്ഹോണസ്റ്റ് വേരിഫയർ. ഈസ്ട്രോപ്പിംഗ് മീൻസ് ഒരു തേർഡ് പാർട്ടി അതായത് ഒരു ഹാക്കർ ഇന്ററപ്റ്റ് ദ പാസ്വേഡ് വൈൽ ഈസ് ബീങ് ട്രാൻസ്മിറ്റഡ്. പാസ്വേഡ് യൂസർ വേരിഫയർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ് ചെയ്ത് പാസ്വേഡ് മോഷ്ടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ ഡിസ്ഹോണസ്റ്റ് വെരിഫൈ ചെയ്യുന്ന ആള് അത്ര നല്ലതാവണം എന്നില്ലല്ലോ. ഈ വെരിഫൈ ചെയ്യുന്ന ആള് പാസ്വേഡ് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ യൂസർ ആണെന്ന് പറഞ്ഞ് ഇംപേഴ്സണേറ്റ് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള പാസ്വേഡ് ബേസ്ഡ് ഒതന്റിക്കേഷന്റെ പ്രശ്നങ്ങൾ. ഇനി അടുത്ത ഒരു ഒതന്റിക്കേഷൻ ആണ് ചലഞ്ച് റെസ്പോൺസ് ഒതന്റിക്കേഷൻ. ഈ ഒരു മെത്തേഡിൽ അവർ സെക്യൂരിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നത് സീക്രട്ട് അതായത് നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ കീനെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, പകരം ഒരു ചാലഞ്ച് റെസ്പോൺസ് മോഡാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മുടെ വേരിഫയർ ഫസ്റ്റ് ഒരു ചാലഞ്ച് ക്ലെയിമന്റ് അല്ലെങ്കിൽ യൂസർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇനി യൂസർ അല്ലെങ്കിൽ ഒരു ക്ലെയിമന്റ് എന്ത് ചെയ്യും? അപ്ലൈസ് എ ഫംഗ്ഷൻ ടു ദ ചലഞ്ച് ദാറ്റ് ഇൻവോൾവ്സ് ദിയർ സീക്രട്ട്. ആ സീക്രട്ട് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ചലഞ്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ദെൻ കിട്ടുന്ന റിസൾട്ടിനെ വേരിഫയർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും ഫോർ വേരിഫിക്കേഷൻ. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന സെക്യൂരിറ്റി കൺസേൺസ് എന്ന് പറഞ്ഞാൽ സംടൈംസ് ദ വേരിഫയർ നോസ് ദ സീക്രട്ട്. ചിലപ്പം വേരിഫയർക്ക് ആ സീക്രട്ട് അറിയായിരിക്കും, സോ അത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ വേരിഫയർക്ക് സീക്രട്ട് ഡയറക്റ്റ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ പോലും ഒരു ക്ലെവർലി ഡിസൈൻഡ് ആയിട്ടുള്ള ചലഞ്ച് വെച്ചിട്ട് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ചലഞ്ച് റെസ്പോൺസ് ഒതന്റിക്കേഷൻ. അപ്പോൾ ഈ രണ്ട് ഒതന്റിക്കേഷന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഒതന്റിക്കേഷൻ മെത്തേഡാണ് സീറോ നോളജ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത്. സീറോ നോളജ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സെക്യൂർ ഫോം ഓഫ് ഒതന്റിക്കേഷൻ ആണ്, കുറച്ചും കൂടെ സെക്യൂർ ആണ്. സീറോ നോളജ് ഒതന്റിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ട് അല്ലെങ്കിൽ പാസ്വേഡ് കീനെ ഒരിക്കലും റിവീൽ ചെയ്യുന്നില്ല, പകരം നോളജിനെ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് യൂസർ. അതായത് യൂസർക്ക് അല്ലെങ്കിൽ ക്ലെയിമന്റിന് അറിയാം, സീക്രട്ട് അറിയാം, ആൻഡ് സീക്രട്ട് അറിയാമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും. സോ ഇവിടെ എന്താണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്? ഈ ഒരു പ്രോട്ടോകോൾ എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സീക്രട്ടിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ പോലും ലീക്ക് ആവുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും അതിനെ ലിസൺ ചെയ്യുവാണ്, ആ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ ഈസ്ട്രോപ്പ് ചെയ്യുവാണെങ്കിൽ ദേ ലേൺ നത്തിങ് യൂസ്ഫുൾ. അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യവും അവർക്ക് ആ മെസ്സേജ് ചെയ്യുന്ന മനസ്സിലാവത്തില്ല. ഇനി ഇവിടെ വേരിഫയർക്കും ഒരു കാര്യവും അറിയത്തില്ല. അവർക്ക് ആകെ അറിയാവുന്ന കാര്യം വെദർ ഓർ നോട്ട് ദ ക്ലെയിമന്റ് നോസ് ദ സീക്രട്ട്. അതായത് യൂസർ അല്ലെങ്കിൽ ക്ലെയിമന്റിന്റെ കയ്യിൽ സീക്രട്ട് ഉണ്ടോ ഇല്ലയോ, ക്ലെയിമന്റിന് ഇത് അറിയാവോ ഇല്ലയോ. ഇറ്റ്സ് സംതിങ് ലൈക്ക് എസ് ഓർ നോ, ഒരു ബൈനറി റിസൾട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ, അവർക്ക് അറിയാം അല്ലെങ്കിൽ അറിയത്തില്ല, ലൈക്ക് എ സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ. ഇനി എങ്ങനെയാണ് സീറോ നോളജ് ഒതന്റിക്കേഷൻ കോൺസെപ്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെയിമന്റും വേരിഫയറും ഒരു സീരീസ് ഓഫ് മെസ്സേജിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളി ഡിസൈൻ ചെയ്തേക്കുന്ന ഒന്നാണ്. വേരിഫയറിനെ നമ്മൾ കൺവിൻസ് ചെയ്യുവാണ്, അതായത് സീക്രട്ട് ക്ലെയിമന്റിന് അറിയാം, യൂസർക്ക് അറിയാമെന്ന് വേരിഫയറിനെ നമ്മൾ കൺവിൻസ് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് സീക്രട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നോ വെരിഫൈ ചെയ്യുന്നോ ഒന്നുമില്ല, പക്ഷെ അറിയാമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും വിത്തൗട്ട് ബീങ് ഏബിൾ ടു യൂസ് ദോസ് മെസ്സേജ് ഓർ റിവീൽ ഓർ ഗസ് ദ സീക്രട്ട്. സോ ഇവിടെ ആ ഒരു മെസ്സേജ് യൂസ് ചെയ്തുകൊണ്ട് സീക്രട്ട് റിവീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഗസ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് സീറോ നോളജ് ഒതന്റിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ.